പ്രിയമുള്ളവരെ, പ്രതികരണ വേദിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ, അതായത് 70 വർഷം മുമ്പുള്ള ചില ചികിത്സാ രീതികൾ, അതും പകർച്ചവ്യാധികളുടെ മറ്റും ചില ചികിത്സാ രീതികൾ നിങ്ങളവരെ ബോധ്യപ്പെടുത്താൻ തോന്നുക. കാരണം ഈ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ലോകത്തൊട്ടാകെയുള്ള ഡോക്ടർമാരെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ചികിത്സ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ഓപ്പറേഷൻ വരെ നടത്തുന്ന കാലഘട്ടമാണ്. ഒരു സ്ഥലത്തിരുന്നാൽ മറ്റുള്ള സ്ഥലത്തു നിന്ന് ഓപ്പറേഷൻ അത്രയും ശാസ്ത്രം പുരോഗമിച്ച കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ആ കാലഘട്ടത്തിലെ ചില രീതികൾ പറയുകയാണ്. ഞാൻ ചെറുപ്പകാലത്ത് ഒരു വൈദ്യരുണ്ടായിരുന്നു. അതൊക്കെ വൈദ്യന്മാരുണ്ടാവുക, നാടൻ ചികിത്സക്കാണ് പ്രാധാന്യം. ആ വൈദ്യരെ എത്തിച്ചെന്ന് ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിൻ്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും, ചൊവ്വാഴ്ച ഉച്ചാട്ട് കഴിയട്ടെ, ഇപ്പോൾ നല്ലൊരു സമയമല്ല, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉച്ച കഴിയട്ടെ, എന്നാൽ നോക്കാം നമുക്കെന്ന് പറയും. ഒരു വേള കുറച്ച് ഒമ്പജാതി ഗുളികയോ ഓരോജനാതി ഗുളികയോ മറ്റേ ധാന്യന്തര ഗുളികയോ ഒക്കെ ചെറിയ ജീരകം കഷായം വെച്ച് അതിൽ കൊടുക്കി നമ്മൾ നോക്കാൻ വരും. ഒരു പാളയും എഴുതിയിട്ട്, പാളയിൽ നിന്നൊക്കെ കുറേ എഴുതിയിട്ട് അടുപ്പിൻ്റെ അടുത്ത് തൂക്കാൻ പറയും. പാള ഉള്ളോട്ടാണ് വളയുന്നതെങ്കിൽ, അല്ലെങ്കിൽ പുറകോട്ടാണെങ്കിൽ ഏതൊരു വശം ഉള്ളോട്ട് വളയുകയാണെങ്കിൽ അത് കഷ്ടമാണ്, പോക്കാണ്, പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമല്ല എന്ന് പറയും. ഈ പുറകോട്ട് വളയുന്നെങ്കിൽ സാരല്ല, അത് ആഴ്ച കഴിഞ്ഞാൽ അത് സുഖമാവെന്ന് പറയും. അപ്പോഴൊക്കെ ഈ രോഗി എന്താ ചെയ്യുന്നത്? ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ കാലഘട്ടത്തിൽ വരില്ല. പിന്നെ അതും കഴിഞ്ഞിട്ട് വേറൊരു സമയം വന്നു. അന്നെന്താന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പല രോഗങ്ങളുണ്ടാവും. പ്രധാനമായിട്ട് ഗോവസൂരി അല്ലെങ്കിൽ മസൂരി എന്നും പറയും. പടർന്നു പിടിച്ച കാലം. ഒരു വീട്ടിലൊരാൾക്ക് രോഗം പിടിപെട്ടാൽ കോഴി വസന്ത എന്നതുപോലെ വീട്ടിലുള്ള എല്ലാവരും മരിച്ചു പോയാണ് പതിവ്. ചിലപ്പോൾ 1-2 പേർ ബാക്കിയായെന്നും വരും. ഒരു പ്രാവശ്യം ഉണ്ടായി രക്ഷപ്പെട്ട ആർക്കും പിന്നീട് ഈ രോഗം വരാറില്ല. ആധുനിക ചികിത്സാ രീതിയുടെ പ്രധാന തത്വം ഇത് തന്നെയാണ്. ഇന്നത്തെ പോലെ കടകളും വൈദ്യുതിയുമൊന്നും ഇല്ലാത്ത ഒരു പെട്രോമാക്സ് ആയിട്ട് 1-2 പീടികയുണ്ടാവും. ആ കടകൾ തുറക്കുന്ന നേരം തുറക്കും, പക്ഷെ നേരം ഇട്ട് മുമ്പേ അവ അടക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു സന്ദർഭം പലപ്പോഴും ഉണ്ടാകും. അങ്ങാടിയിലൊക്കെ തന്നെ ഒരു പെട്രോമാക്സ് തലയിൽ വെച്ച് ഒരാൾ മുമ്പിലും ഒരു ദഫുമുട്ട് സംഘം പിറകിലുമായി വീട് വീടാന്തരം കയറി. കുറച്ച് വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു പറമ്പിൽ ഒരു ചെറിയ വീടേ ഉണ്ടാവുള്ളൂ. ആ വീട്ടിൻ്റെ എല്ലാം പരിസരത്തെല്ലാം കൂടി ദഫ് മുട്ടിയിട്ട് രാത്രി എന്താതെല്ലാം കൂടി ചൊല്ലി പോകും. വീടിൻ്റെ അടുത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? വലിയ വീടന്നേരം കയറും. ആ കുറച്ച് വീടേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ പറമ്പ് വീട്ടുമുറ്റത്തെത്തുമ്പോൾ ബാങ്ക് വിളി. അപ്പോൾ കൂട്ടബാങ്കിൽ എല്ലാവരോടും കൂടി ഒന്നിച്ച് ബാങ്ക് കൊടുക്കുക. അത് കേട്ട് വീട്ടുകാർ വാതിലോർക്കും. വാട്ടയിലോർത്ത് അവർക്ക് കാപ്പിയും ചായയും മറ്റും കൊടുത്തിട്ട് പറഞ്ഞ് അങ്ങനെ ഓരോ വീടാന്തരം കയറി. എൻ്റെ ചെറുപ്പകാലത്തെ കാര്യങ്ങൾ ഞാൻ കണ്ടത് പറയുന്നതാണ്. വീടാന്തരം കയറിയിട്ട് അങ്ങനെ പോകും. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് ഈ പിശാചാണ് ഈ രോഗത്തിൻ്റെ പിന്നിലെന്നാണ് അന്ന് വിശ്വാസം ഉണ്ടായിരുന്നത്. അതിനൊരു കാരണമുണ്ട്. രാത്രി കട അടച്ചോ എന്ന് സംശയിച്ചാൽ തിരിച്ചു പോയി നോക്കുമ്പോൾ കട അടച്ചു എന്ന് ബോധ്യപ്പെടും. എന്നാൽ ഒരു കാള കടക്ക അടുത്തുണ്ട് എന്ന് തോന്നുകയും തിരിച്ച് വീട്ടിലെത്തി ശരിയായി പനിക്കുകയും രോഗം പിടിപെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് പിശാചിൻ്റെ എന്നുള്ള ധാരണ വരുന്നത്. ഒരു തെറ്റിദ്ധാരണയായിരിക്കാം. ഏതായാലും ആ ഇടക്കാണ് എഡ്വേർഡ് ജെന്നർ, ലൂയിസ് പാസ്റ്റർ എന്നീ 2 ശാസ്ത്രജ്ഞന്മാർ പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കുന്നത്. എഡ്വേർഡ് ജെന്നറും ലൂയിസ് പാസ്റ്ററുമാണ് ഇതിന് മരുന്ന് കണ്ടുപിടിക്കുന്നത്. ആദ്യം തന്നെ അവർ പ്രതിരോധ മരുന്ന് എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരിക്കലും പിടിപെട്ടാർക്ക് പിന്നീട് രോഗം ഉണ്ടാവില്ല എന്ന് മേൽ സൂചിപ്പിച്ചുവല്ലോ. മസൂരിയിൽ നിന്നുള്ള അണുക്കളെ ശേഖരിച്ച് കുഞ്ഞുങ്ങളുടെ ഷോൾഡറിൻ്റെ മസിലിൽ കുത്തി വെക്കുന്നു. അത് 3-4 ദിവസത്തിനകം പഴുത്ത് ചലം വെക്കും, അല്ലെങ്കിൽ വീണ്ടും കുത്തിവെക്കും. ചലം വെക്കുന്നവരെ കുത്തിവെക്കണമെന്നാണ്. ഇതിൻ്റെ കല കാണിച്ചു കൊടുത്താൽ മാത്രമേ അന്നൊക്കെ സ്കൂളിൽ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അതായത് ഇതിൻ്റെ അണുക്കൾ ഉണ്ടായിട്ട് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അണുക്കൾ ഉണ്ടായിട്ട് ശരീരത്തിൽ പ്രതിരോധ ശേഷി സൃഷ്ടിക്കണം. അങ്ങനെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അടങ്ങിയിരുന്നില്ല. അതിന് ഒരു പ്രധാനമായി അവരെന്ത് ചെയ്തു? കുട്ടികളിൽ നിന്ന് പടർന്നു പിടിച്ച പല രോഗങ്ങൾക്കും അവർ ചികിത്സ കണ്ടുപിടിച്ചു. പല രോഗം അതിൽപ്പെട്ടതാണ് വില്ലൻ ചുമ. ചുമക്കുമ്പോൾ വില്ല് പോലെ വളഞ്ഞുകൊണ്ട് വരും. 90-ാം കുര എന്നും അതിന് പറയാറുണ്ട്. 90 ദിവസം കഴിഞ്ഞാലേ ഒരു ശമനം കിട്ടുകയുള്ളൂ.
കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും ദയനീയമായിരിക്കും. ശ്വാസം കിട്ടാതെ ഒരു എങ്ങനോടുകൂടി കണ്ണ് മേൽപോട്ട് മറിഞ്ഞു പോകും. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമേ അല്പം സുഖമാവുകയുള്ളൂ. അത്രയും അപ്പോൾ കണ്ടിരിക്കുന്നവർക്ക് വല്ലാത്ത വിഷമമായിരിക്കും. എപ്പോഴൊക്കെയാണ് ഈ ചുമ വരിക എന്ന് പ്രവചിക്കാനും കഴിയില്ല. എവിടെ പോകുമ്പോഴാണെന്നോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നോ ഒന്നും കഴിയില്ല, പെട്ടെന്നായിരിക്കും വന്നിവിടെ. അങ്ങനെ തന്നെ നാടൻ ചികിത്സ എന്തായാലും ഉണ്ട്. നാടൻ ചികിത്സ അന്നുണ്ട്. നാടൻ ചികിത്സയിൽ പുഴയിൽ നിന്നും കടുമീൻ പിടിച്ചു കൊണ്ടുവന്ന് ഉണക്കിപ്പൊടിച്ച് കുറേ പച്ചമരുന്നുകൾ ചേർത്ത് ചുക്ക്, കുരുമുളക്, തിപ്പല്ലി മുതലായ പൊടിച്ച് കുറേശ്ശെ കൊടുക്കുക. പിന്നെ വേറെ ചില അക്കാലത്തുണ്ടായിരുന്നു. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO വെല്ലുവിളിച്ചു, എന്താ ലോകത്ത് എവിടെയെങ്കിലും മസൂരി രോഗമുണ്ടെങ്കിൽ അറിയിക്കുക. ചില സ്ഥലങ്ങളിൽ രോഗമുണ്ടെന്നറിഞ്ഞ് അവർ പരിശോധിച്ചു. അത് പൊട്ടിയെന്ന ചിക്കൻ ബോക്സ് ആയിരുന്നു എന്നാണ് കണ്ടത്. ചിക്കൻ ബോക്സിന് ആരും മരിച്ചതായി അറിവില്ല. ചിക്കൻ ബോക്സ് ഉണ്ടാവുക കുറച്ച് കാലം കഴിയുമ്പോൾ അതൊക്കെ സുഖമാവും. അതിന് മരിച്ചായിട്ട് കിട്ടുന്ന അറിവില്ല. പിന്നെ അഞ്ചാം പനി, മുണ്ടിനീര്, ബാലറ്റിവി മുതലായ പല രോഗങ്ങളും നിയന്ത്രണ വിധേയമാക്കി. എന്നാൽ ക്ഷയരോഗം പിടിപെടുകയും രോഗികൾ തൊപ്പുന്നതും മറ്റുമായ കുഴിച്ചു മൂടുകയും രോഗിയുടെ വിരിപ്പും വസ്ത്രങ്ങളുമെല്ലാം പ്രത്യേകം തിളപ്പിച്ച വെള്ളത്തിൽ ശുദ്ധിയാക്കുകയും വേണം. ചുമച്ചും ക്ഷയിച്ചും രോഗി എല്ലും തോലുമായ അവസാനം രക്തം തുപ്പിയാണ് മരണം സംഭവിക്കുന്നത്. അതാണ് പിന്നെ ക്ഷയരോഗം തന്നെയാണ് പേര് പറയുന്നത്. ഈ രോഗത്തിന് മരുന്ന് പിടിക്കപ്പെട്ടു. സ്ട്രെപ്റ്റോമൈസിൻ എന്ന ഒരു ഇഞ്ചക്ഷന് 2 മാസം തുടരെ എടുക്കണം. ഗുളികകളും കഴിക്കണം. ഗുളികയുടെ പേര് ഞാൻ മറന്നുപോയി. 2 മാസം കഴിയുമ്പോൾ തന്നെ രോഗലക്ഷണങ്ങൾ വിട്ടുമാറും. അപ്പോൾ ചികിത്സ നിർത്തരുത്. നിർത്തിയാൽ രോഗാണുക്കൾ മരുന്നിനെ അതിജീവിക്കും, രോഗി മരിക്കും. നല്ല പോഷകാംശ ഉള്ള ആഹാരം കഴിക്കുകയും തൂക്കം വർദ്ധിപ്പിക്കുകയും വേണ്ടത് ഇതിന് നിർബന്ധമാണ്. ഇതിൻ്റെ മരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ ഒരു കൊടുങ്ങല്ലൂർക്കാരനായ ഒരു ഡോക്ടർ, MA അബ്ദുള്ള എന്ന പേരിലൊരു ഡോക്ടറാണ്. കോഴിക്കോടുകാരനായ പല രോഗികൾക്കും അത്താണിയാത്. അദ്ദേഹം പണം കൊടുത്താൽ വാങ്ങുമെന്ന് മാത്രം, അല്ലെങ്കിൽ അല്ലാതെ ചികിത്സ ഫ്രീ ആയിരിക്കും. ആ ഒരു മനുഷ്യൻ, അത് രോഗം കണ്ടുപിടിച്ചാളെ പേര് എനിക്കറിയില്ല ആരാണെന്ന്. ഏതായാലും അത് വളരെയധികം ഉപയോഗപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. ഇപ്പോൾ ക്ഷയരോഗത്തിന് ചികിത്സകളുണ്ട്, തുടരെ മരുന്ന് കഴിക്കണമെന്ന് മാത്രം. അത് വളരെയധികം ശ്രദ്ധിച്ചാൽ ഒരുവിധ രോഗങ്ങൾക്കൊക്കെ നിയന്ത്രണ വിധേയമാക്കി ശാസ്ത്രം മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇന്നും എൻ്റെ സംശയത്തിൽ ഇനിയും വെള്ളപ്പാണ്ട്, മന്ദരോഗം, കുഷ്ഠരോഗം മുതലായവയ്ക്ക് ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇതാണ് എൻ്റെ പഴയ ഒരു കാലത്തുള്ള ചികിത്സ പിന്നെ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ആ ഇടയ്ക്കാണ് പിന്നെ താമരശ്ശേരി ഒരു സ്ഥലത്ത് പിന്നെ ഒരു രാമു ഡോക്ടർ വന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ചികിത്സാ രീതിയുണ്ട്. അദ്ദേഹം ഒരു തുണിയൊക്കെ മാടിക്കെട്ടി ഒരു വെള്ള തുണി എടുത്തിട്ട് വെള്ള ഷർട്ട്, ആ കയ്യിലുള്ള ഷർട്ട് ഇട്ടിട്ട്, അത് മാക്കുടത്തിൽ നിന്നാണ് അങ്ങോട്ട് പറയാം. ചികിത്സ അന്ന് 15 ഭർത്താവ് അയാളെ ഫീസല്ല, മരുന്നും അവിടെ നിന്ന് കൊടുക്കും. അങ്ങനെ കുത്തി പഠിച്ചൊന്നൊക്കെ ആക്കി കൊടുത്തു. അത് അവിടെ നല്ല ആൾക്കാരുണ്ടാവും. പിന്നെ അതേമാതിരി വേറെ ചില സ്ഥലത്ത് അങ്ങനെ ഡോക്ടർമാർ വന്നിട്ട് പിന്നെ ചികിത്സകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ എല്ലാവരും വന്നിട്ട് ഒരു ഡോക്ടർ ഉണ്ടായിട്ടും ശ്രീധരൻ ഡോക്ടർ എന്ന് പറയും. പിന്നെ അങ്ങനെയാണ് പിന്നെ വീണ്ടും വർദ്ധിച്ച് ചികിത്സ മുറകളും രീതികളും രോഗികളും ഒക്കെ വർദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം തന്നെ ആ കാലഘട്ടത്തിലും 90, 96, 100, 106 ഒക്കെ വയസ്സ് ജീവിച്ച ആളുകളുണ്ടായിരുന്നു. ഈ ഞാൻ പറഞ്ഞ വായുഗുളി ഒടിച്ച് ആ കാലത്തും എന്ന് പറയുമ്പോൾ ഒരത്ഭുതം തോന്നും. എത്രയാണോ അള്ളാഹു ആയുസ് ദീർഘിപ്പിക്കുന്നത് അത്രയും കാലം അന്നും നിന്നിരുന്നു, ഇന്നും നിന്ന്. ഇന്നൊരാളും രോഗത്തിന് മരുന്ന് കിട്ടാതെ അല്ലെ ചികിത്സ കിട്ടാതെ ആരും മരിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. എല്ലാവർക്കും ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മുടെ പിന്നെ സർക്കാർ അതിനു വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നം കൊണ്ടൊന്നും മരുന്ന് കിട്ടാതെ ആരും മരിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഡോക്ടർമാർക്ക് നല്ല ഒരു പങ്ക് രോഗികളുടെ രോഗത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഒരു രോഗി ഡോക്ടറെ അടുത്തെത്തുമ്പോൾ ഇത് സാരമല്ല, ഇത് വളരെ നിസ്സാരമെന്ന് പറഞ്ഞാൽ രോഗിയുടെ പകുതി രോഗവും അപ്പോൾ തന്നെ സുഖപ്പെടും. മറിച്ച് ഇത് കുറച്ച് കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ രോഗി അപ്പോൾ തന്നെ ഞെട്ടുകയായി. വേണ്ടാത്ത ടെസ്റ്റുകളെല്ലാം നടത്തും. അവസാനം പണം പിടിക്കുന്നവർ കൂട്ടർ അങ്ങനെ നോക്കും. സാധാരണഗതിയിൽ ഡോക്ടർ രോഗിയുടെ ഒരു സുഹൃത്തായി മാറണം. പണം ഒരു വലിയ വിഷയമാക്കരുത്. ഇന്ന് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ആർക്കും ഇഷ്ടമാവുകയില്ല.
കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് 45, 50, 60 കൊടുത്താൽ അഡ്മിഷൻ തന്നെ കിട്ടുന്നത്. പിന്നെ യന്ത്ര സാമഗ്രികൾ അത് പ്രയോഗിച്ചില്ലെങ്കിൽ തുരുമ്പ് പിടിച്ചു പോകും. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴാണ് ആദ്യം തന്നെ ടോക്കൺ എടുക്കണം, ടിക്കറ്റ് എടുക്കണം, പിന്നെ അതിന് പണം കൊടുക്കണം എന്നെല്ലാം പറയുന്നത്. എന്നിട്ടും ചില ഡോക്ടർമാർ ശരിക്കും ലഹരി മദ്യമൊക്കെ ഉപയോഗിച്ചിട്ടാണ് രോഗിയെ പരിശോധിക്കുന്നത് തന്നെ. പുകവലിച്ചുമെല്ലാമാണ് രോഗിയെ പരിശോധിക്കുന്നത് തന്നെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പണ്ടും ആയുർവേദത്തിലും തന്നെ DK വാര്യർ, CBC വാര്യർ പോലുള്ള ആയുർവേദ ഡോക്ടർമാരുടെ സേവനവും പലപ്പോഴും നമുക്കൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ, എനിക്കല്ല, നാട്ടിൽ പല ആൾക്കും ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ആഴ്ച മുമ്പ് ബുക്ക് ചെയ്യണം. അവരും മദ്യപിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. എന്ന് ചെയ്യും, കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ നല്ല ഭക്ഷണ രീതിയും നല്ല വൃത്തിയും ശുചിത്വവും ഒക്കെ കൊണ്ടു നടക്കുകയും കഴിയുന്നിടത്തോളം ലഹരി സാധനങ്ങൾ, പുകവലിയൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്താൽ പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ദീർഘായുസ്സിൽ ജീവിക്കാൻ കഴിയും. അല്ലാത്ത ദീർഘായുസ് ഒരു ശാപമായ വരിക. ഇതിന് ഇടവരുത്താതെ നല്ല ആയുരാരോഗ്യവാന്മാരായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.